ജോൺ സേട്ടൻ ഈ ഒരു കാലഘട്ടമായിട്ട് ഇടയ്ക്ക് യോജിക്കാൻ വയ്യാണ്ടായി. പെട്ടെന്ന് ടെക്നോളജി ഒരു വല്ലാത്തൊരു ലീപ്പുണ്ടായി. ജോൺസേട്ടന് ആവശ്യമില്ല, കാരണം ജോൺസേട്ടൻ പറഞ്ഞത് ഞാൻ 2 കീബോർഡ് വെച്ച് ലൈവായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ അപ്പോഴും ഇവർ ഈ കുട്ടികളെ കീബോർഡിലിരുന്ന് സീക്വൻസ് ചെയ്ത പല പല സാധനങ്ങളും, പല വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ പല സാധനങ്ങളും, പല പല CDs ഒക്കെ എടുത്ത് അതിൻ്റെ മ്യൂസിക്കൊക്കെ ഇതിനകത്തേക്ക് പ്രോഗ്രാം ചെയ്ത് ഇത് കൊടുക്കുമ്പോൾ ഇടിവെട്ട് പോലെ അവിടെ തിയേറ്ററിൽ തോന്നും. ആ സാധനം ജോൺസേട്ടൻ ഇവിടെ ലൈവായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് വേണ്ടാണ്ടായി. അപ്പോൾ ഇത്രയും ലൈവ് ഓർക്കസ്ട്ര വേണ്ടാണ്ടായി. ആ ഒരു എക്സ്പെൻസ് ബെയർ ചെയ്യാൻ വയ്യാണ്ടായി. കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി വന്നു. ഇതെല്ലാം കൂടെ ഒരാൾ പിടിക്കുക, ഞാനിതെല്ലാം സിംഗർ ഉൾപ്പെടെയുള്ളവരുടെ പേയ്മെൻറ്റ് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കാലത്തിന് വേണ്ടാണ്ടായി. അതാണ് സംഭവിച്ചത്. തിരിച്ചു വന്നിട്ടും ജോൺസേട്ടൻ ഗുൽമോഹറിലും ഫോട്ടോഗ്രാഫറിലും ഒക്കെ നല്ല പാട്ടുകളായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് പിന്നെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒന്നും ജോൺ സേട്ടനിൽ അർപ്പിച്ചില്ല. ആരുടെയും പുറകിൽ പോവില്ലായിരുന്നു. എന്ന് മാത്രമല്ല, വരുന്നവരെ തന്നെ ഇടയ്ക്ക് അവസാന കാലങ്ങളിൽ ജോൺ സേട്ടൻ എനിക്ക് താല്പര്യമില്ല എന്നൊന്ന് തിരിച്ചയക്കുമായിരുന്നു. പിന്നെ അപ്പോഴേക്കും അദ്ദേഹം ഡിപ്രഷൻ്റെ അടിമയായിരുന്നു. കുറച്ച് ഡിപ്രസീവ് ആയിരുന്നു. അതിന് മരുന്ന് കഴിച്ചിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും വളരെ ദുഃഖത്തോടെ ആലോചിക്കാറുണ്ട്, മലയാളത്തിന് ഇത്രമാത്രം സംഭാവന ചെയ്ത ഒരു സംഗീത സംവിധായകന് ഈ ഒരു അവസ്ഥ വരണമെങ്കിൽ അപ്പോൾ പിന്നെ എത്രമാത്രം നന്ദിയില്ലാത്തൊരു വേദിയാണ്.